ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നല്ലൊരു കിഡിലൻ ഡിന്നർ മീൽ വ്ളോഗ് കൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിന്നർ സ്പെഷ്യൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള വീറ്റ് പൂരി തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് 2 അടിപൊളി വിഭവങ്ങളുണ്ട്. നല്ല നാടൻ രീതിയിലുള്ള ആടിൻ്റെ തലക്കറിയും പിന്നെ ബ്രെയിൻ ഫ്രൈയും ഉണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഡിന്നർ റെസിപ്പീസ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന സബ്സ്ക്രൈബ് ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് ഇന്നത്തെ റെസിപ്പീസിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി ആടിൻ്റെ തലക്കറിയാണ്. തലക്കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതാ ഇതുപോലെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഇതുപോലെ തല ഇങ്ങനെ മുഴുവനായിട്ടാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുക. പിന്നെ അവരെ കൊണ്ട് തന്നെ കട്ട് ചെയ്യിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ ബ്രെയിൻ ഉണ്ടാവുമല്ലോ, തലേൻ്റെ അകത്ത് ബ്രെയിൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഡിന്നർ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ആടിൻ്റെ തല കട്ട് ചെയ്തത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് ഇതുപോലെ ഒരു ഓട്ടപാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തോട്ടെ. ഇത് നല്ലോണം കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെയൊക്കെ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്, പക്ഷെ എന്നാലും നല്ല ഹെൽത്തിയാണ്. ഇങ്ങനെ ആടിൻ്റെ തലയും ബ്രെയിനൊക്കെ കഴിക്കുന്ന ഹെൽത്തിയാണെന്ന് പണ്ടുള്ളവർ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം ആദ്യം. അതിനായിട്ട് കുറച്ചധികം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു 2 പിടി ചെറിയ ഉള്ളി, പിന്നെ ഒരു വലിയ തക്കാളി എടുത്താൽ മതി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തൊക്കെ കുറേശ്ശെ എടുത്താൽ മതി കേട്ടോ. അതിനങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. ഒരു ആടിൻ്റെ തലയിലോട്ടുള്ള കണക്കാണ് ഇപ്പോൾ പറയുന്നത്. പിന്നെ ഒരുപാട് തക്കാളി എടുക്കണ്ട. തക്കാളി ഒരു ചെറുതെടുത്താൽ മതി, ഒരു മീഡിയം സൈസ് തക്കാളി എടുത്താൽ മതി. പിന്നെ 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിനുശേഷം ഇതിലോട്ട് ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒരുപാട് ചേർക്കണ്ട, എന്നാൽ ഒരു 1.5 കപ്പോളം വേണ്ടി വരും. നമ്മളൊരു 5 വിസിലൊക്കെ വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആട് കുറച്ച് മൂത്തതാണെങ്കിൽ കുറച്ചും കൂടെ വേവിക്കേണ്ടി വരും. അപ്പോൾ ഇതിപ്പം ഒരു 5 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പം ആടിൻ്റെ തലക്കറിയും അതുപോലെ ആടിൻ്റെ ബ്രെയിനും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് രണ്ടിലേക്കും കൂടിയുള്ള ഒരു കോമൺ മസാല ഇപ്പോൾ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു പാന് ചൂടാക്കിയിട്ട് 2 ടേബിൾ സ്പൂണ് പച്ചമല്ലി, 1 ടീസ്പൂണ് ചെറിയ ജീരകം, 2 ടേബിൾ സ്പൂണ് കുരുമുളക്, ഇതെല്ലാം കൂടി ഒന്നുകൊണ്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. രണ്ടിലേക്കും കൂടിയുള്ള കോമൺ മസാല ആയിട്ട് തയ്യാറാക്കുന്നത്. അതിനായിട്ടാണ് ഇത്ര അധികം എടുക്കുന്നത്. നമ്മൾ കുറച്ച് മാത്രമല്ല, ഒരു ആടിൻ്റെ ബ്രെയിനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിലോട്ട് ഒരുപാട് മസാല ഒന്നും വേണ്ട. അപ്പോൾ ആദ്യം നമ്മളത് റോസ്റ്റ് ചെയ്തത് ഒന്നുകൊണ്ട് പൊടിച്ചെടുക്കണം. അതിനുശേഷം ഒരു 10 ചെറിയ ഉള്ളിയും 2 വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ആ പാനിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് റോസ്റ്റ് ചെയ്ത ശേഷം വേണം ഇത് ചേർത്ത് കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ. അപ്പോൾ ആദ്യം ഇത് പൊടിച്ചെടുത്തിട്ട് വരാം. വല്ലാണ്ട് ഫൈനായിട്ട് പൊടിക്കേണ്ട. അപ്പോൾ അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മളിപ്പോൾ ഈ ചൂടാക്കി വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഒന്നാണ്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ള രണ്ടിലേക്കും കൂടി കോമൺ ആയിട്ടുള്ള മസാലയാണ്. ഇനി ആടിൻ്റെ ഒരു ബ്രെയിനാണ് എടുത്തിട്ടുള്ളത്. അത് മൺചട്ടിയിൽ ഇതുപോലെ നന്നായിട്ട് കഴുകിയിട്ട് ഇട്ട് കൊടുക്കുക. അതിലോട്ട് ഈ ഒരു പേസ്റ്റിൽ നിന്ന് ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും, പിന്നെ കുറച്ച് മാത്രം ഉപ്പ് ചേർക്കുക കേട്ടോ. ഉപ്പ് ഒരുപാട് വേണ്ട. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതാ മസാല ഇച്ചിരി കൂടുതലാണിതിൽ, കാരണം നമ്മൾ ഒരു ബ്രെയിനല്ല എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. അതിൽ നല്ലോണം കറക്റ്റ് പാകത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. 2-3 ബ്രെയിനിലോട്ടുള്ള ആവശ്യത്തിനുള്ള മസാല അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. കുറച്ച് മാത്രം വെള്ളം മതി, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കാരണം കുറച്ച് മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഞാൻ വീണ്ടും കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ കാരണം, ഇപ്പം ഈ ആടിൻ്റെ ബ്രെയിനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു 2-3 ബ്രെയിനൊക്കെ വെച്ചിട്ടായിരിക്കും ഈ ഒരു മസാല റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടിലേക്കും കൂടിയുള്ള മസാലയാണ്. അപ്പോൾ ഇതാണ് ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുള്ള ആടിൻ്റെ ബ്രെയിൻ ഫ്രൈ റെസിപ്പി. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. അതിൽ ഡീറ്റെയിൽ ആയിട്ട് എത്ര കറക്റ്റ് വേണം മസാല എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. 2-3 ബ്രെയിനൊക്കെ എടുക്കുമ്പം എത്രയാണ് എടുക്കേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് പറയുന്നുണ്ടായില്ല കേട്ടോ.
അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ പിന്നിട്ട് കമൻറ്റായിട്ട് കൊടുക്കാം. ഇനി നമ്മൾ സ്പൈസി പൂരി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ ഇതിപ്പം 1/2 കപ്പ് റവയാണ്. 1/2 കപ്പ് നല്ല ഫൈൻ റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഫൈൻ അല്ല എന്നാണെങ്കിൽ നിങ്ങളൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ 1/2 കപ്പ് റവയിലോട്ട് 1 കപ്പ് നല്ല തിളച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഒന്നുകൊണ്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വയ്ക്കുക. ഒരു 5-10 മിനിറ്റ് അവിടെ സോക്ക് ചെയ്യാൻ വെക്കണം. റവ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി വെക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം വയ്ക്കുക. അപ്പോഴേക്കും നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം. അപ്പോൾ നമ്മൾ തലച്ചോറ് അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ചധികം മസാല കൂടി പോയിട്ടുണ്ട്. നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കണമുണ്ട് കേട്ടോ. വല്ലാണ്ട് നമ്മൾ നേരത്തെ ഞാൻ മുമ്പ് ചെയ്ത റെസിപ്പി പോലെ വല്ലാണ്ട് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല. നല്ല ടേസ്റ്റാണ് ഡീപ്പ് ഫ്രൈ ചെയ്താൽ. അത് മറ്റേ ചിക്ക് ബുക്ക് ഉണ്ടാക്കിയ പോലെ, അതായത് മുട്ട ചിക്കിയത് പോലെ തോന്നും, പക്ഷെ നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നില്ല, കുറച്ച് മാത്രം ഉള്ളതുകൊണ്ട്. അപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ചെറിയ ഉള്ളി ഒന്നുകൊണ്ട് വറുത്തെടുത്ത ശേഷം ഈ നമ്മൾ വേവിച്ച് വെച്ച ബ്രെയിൻ ഉണ്ടല്ലോ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നാണ്ട് ചൂടാക്കി എടുത്താൽ മതി, ഒന്നാണ്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആടിൻ്റെ ബ്രെയിൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ബ്രെയിൻ റോസ്റ്റാണിത്. ഇനി ഇത് നല്ലോണം ഫ്രൈ ആക്കി കുറച്ചും കൂടി കുരുമുളകൊക്കെ ഇട്ട് നല്ലോണം ഫ്രൈ ആക്കിയാൽ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ അത് മുമ്പത്തെ റെസിപ്പി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ വേറൊരു പാന് ചൂടാക്കിയിട്ട് നമ്മൾ തലക്കറി ഒന്ന് റെഡിയാക്കാനുണ്ടല്ലോ. അപ്പോൾ അതിനായിട്ട് ചെറിയ ഉള്ളി ഒരു 5-6 ചെറിയ ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും പിന്നെ ഒരു സവോള സ്ലൈസ് ചെയ്തതും ചേർത്തിട്ട് ഒന്നുകൊണ്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. കളറൊന്ന് മാറി വന്നാൽ നമ്മൾ നേരത്തെ ബ്രെയിൻ ഫ്രൈയിലോട്ട് ചേർത്ത് കൊടുത്ത മസാല ഉണ്ടല്ലോ അത് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നേരത്തെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു ബ്ലെൻഡറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് മാത്രം മതി, എല്ലാം കൂടി ഒന്ന് കമ്പൈനായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഒന്നുകൊണ്ട് വഴറ്റിയെടുത്ത് ഒന്നുകൊണ്ട് കുക്കായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചല്ലോ, ഒരു 5 വിസിൽ വന്നിട്ടുണ്ടാവും ഈ തല വേവിച്ച് വെച്ചത്, ആടിൻ്റെ തല. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. വെള്ളത്തോട് കൂട്ടി തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു മസാലയിൽ കിടന്നിട്ട് ഇത് നല്ലോണം വേവിച്ചെടുക്കണം. ഒരു 15-20 മിനിറ്റ് അവിടെ കിടന്നിട്ട് വേവട്ടെ. നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത് മണ്ണിൻ്റെ കലത്തിലായിരിക്കും നമ്മളിതെല്ലാം കൂടി വേവിച്ചെടുക്കുന്നത്. അപ്പം വേറൊരു ടേസ്റ്റ് തന്നെയാണ്. അടുപ്പത്ത് മണ്ണിൻ്റെ കലത്തിൽ വേവിക്കുന്നതിൻ്റെ ടേസ്റ്റ് അത് വേറെ തന്നെയാണ്. അപ്പോൾ അതാ ഞാനിതിങ്ങനെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ ഒരു 20-25 മിനിറ്റ് അവിടെ ഇങ്ങനെ വേവിച്ചിട്ടുണ്ടായിരുന്നു. നല്ലോണം ഒന്ന് കമ്പൈനായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ കളർ തന്നെ മാറി കണ്ടോ. ഇനി അതിലോട്ട് കറിവേപ്പില, കുറച്ചുകൂടെ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാടൻ രീതിയിലുള്ള ആടിൻ്റെ തല വരട്ടിയത് അല്ലെങ്കിൽ ആടിൻ്റെ തലക്കറി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് മതി. ഇനി ഇതൊന്നുകൂടെ നല്ലോണം ഒരു പരണ്ട രീതിയിലാവണമെങ്കിൽ കുറച്ചുകൂടെ കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒന്നുകൂടെ കണ്ട് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിതാ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ തിക്കാവും. അപ്പോൾ അത് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തലക്കറി റെഡിയായി, അതുപോലെ തലച്ചോറ് ഫ്രൈ ആക്കിയതും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെ പൂരി റെഡിയാക്കാം കേട്ടോ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് അത് കാണിക്കാഞ്ഞതാണ്. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് നമ്മുടെ റവ അവിടെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. റവ 1/2 കപ്പ് റവയും 1 കപ്പ് നല്ല തിളച്ച വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് അവിടെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഇത് കേട്ടോ. അപ്പോൾ അത് നല്ലോണം സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല മാവ് പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ പൂരിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ, കുറച്ച് മാത്രം മതി കേട്ടോ, ചെറിയ ജീരകം പൊടിച്ചതാണ്. പിന്നെ മല്ലിയില 1 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. അതുണ്ടായിക്കോട്ടെ നല്ലൊരു കളർഫുൾ ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ചില്ലി ഫ്ലേക്സ് അത് കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. എരിവ് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും കൂടുതൽ ചേർത്ത് കൊടുക്കുക. പിന്നെ പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് അതും കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ, ഒന്നുകൊണ്ട് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നമ്മളെ പൂരിക്ക് നല്ലൊരു മഞ്ഞ കളർ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ടാണ് നമ്മൾ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, വീറ്റ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ചേർത്തിട്ട് കുഴച്ചെടുക്കുക. നമ്മളിതിലോട്ട് ഇനി എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഈ ഒരു മിക്സിലോട്ടാണ് നമ്മൾ കുറേശ്ശെ ഗോതമ്പ് പൊടി ചേർക്കുന്നത്. അപ്പം ഇതിലോട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി നല്ല കറക്റ്റാണ്. അപ്പോൾ ചിലപ്പം 1 കപ്പ് വേണ്ടി വരില്ല. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ ചേർത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. പിന്നെ ഭയങ്കര സോഫ്റ്റായിട്ട് നമ്മൾ പൂരിയുടെ മാവ് കുഴക്കരുത്, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഭയങ്കരമായിട്ട് എണ്ണ കുടിക്കും. അപ്പോൾ ഒരുപാട് വെള്ളത്തിൽ കുഴച്ചെടുക്കുകയും ചെയ്യരുത്. പൂരിയുടെ മാവ് നമ്മൾ കുഴച്ചാണ് സോഫ്റ്റ് ആക്കേണ്ടത്. ഭയങ്കര കുറേ വെള്ളം ഒഴിച്ചിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൂരി എണ്ണ കുടിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ.
അപ്പോൾ അതാ കുറച്ച് ഹാർഡായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കുഴച്ചിട്ടാണ് ഇത് സോഫ്റ്റ് ആക്കേണ്ടത് കേട്ടോ. പിന്നെ നല്ലോണം കുഴച്ചെടുക്കണം, അത് മസ്റ്റാണ്. പൂരി നല്ലോണം കുഴച്ചാലേ നല്ലോണം സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഞാൻ ആട്ടപ്പൂരിയുടെ റെസിപ്പി മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത ആട്ടപ്പൂരി റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേറൊരു മെത്തേഡിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നല്ല പെർഫെക്റ്റ് പൂരിയാട്ടോ, ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും ആട്ടപ്പൂരി തന്നെയാണ്, പക്ഷേ ഇത് സ്പൈസി ആയിട്ടുള്ള വീറ്റ് ഫ്ലോർ പൂരിയാണ്. അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് 1 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടി മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചവിടെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ വളരെ നല്ലത്. പൂരിയുടെ മാവ് എപ്പോഴും നമ്മൾ അങ്ങനെ എടുത്ത് വെക്കുന്നത്, റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ്. അപ്പോഴേക്ക് നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കാം. അപ്പോൾ ഇതാ നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ എണ്ണയുടെ ചൂട് വളരെ നിർബന്ധമാണ് പൂരി പൊരിക്കുമ്പോൾ. വളരെ ഹൈ ഫ്ലെയിമിൽ പൊരിക്കാൻ പാടില്ല, എന്നാൽ വളരെ കുറഞ്ഞ ഫ്ലെയിമിലും പൊരിക്കാൻ പാടില്ല. എണ്ണ നല്ലോണം ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൂരി ഫ്രൈ ചെയ്യാൻ കേട്ടോ. പിന്നെ അതുപോലെ ഞാൻ ഈ ബോൾസൊക്കെ ഒന്ന് ചെറുതായിട്ട് ബോൾസാക്കി വെക്കുകയാണ്. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് പൂരി ഫ്രൈ ആക്കാമല്ലോ. പിന്നെ അതുപോലെ ഞാൻ പത്തിരി പ്രസ്സിലാണ് ഞാൻ ഈ പൂരി തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പരത്തിയിട്ടെടുക്കാം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, വെള്ളത്തിൻ്റെ പൂരി കുഴയ്ക്കുമ്പം വെള്ളം ഒരുപാട് ഒഴിക്കരുതെന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് കുറച്ച് പൊടി സ്പ്രെഡ് ചെയ്തിട്ട് വേണം നമ്മളിത് പൂരി പ്രസ് ചെയ്തെടുക്കാൻ. ഒട്ടും തന്നെ പൊടി ഇല്ലാണ്ട് നമ്മൾ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള പൂരി നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് പൊങ്ങി വരില്ല. അപ്പം ഇതാ എണ്ണയുടെ ചൂട് നല്ല കറക്റ്റ് ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എണ്ണ നല്ല ചൂടുണ്ട് കേട്ടോ, നല്ലോണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം എണ്ണ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ ചെറിയ ചെറിയ ബോൾസ് എടുത്തിട്ട് ഇതുപോലെ പത്തിരി പ്രസ്സിലൊന്ന് പ്രസ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ പൂരി ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് പൊടി തൂവിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വല്ലാണ്ട് പെട്ടെന്ന് പൊങ്ങിയൊന്നും വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഞാൻ പൂരി ഫ്രൈ ആക്കുന്നത് കാണിച്ചു തരാം. തിക്നെസ് ഇതാ ഭയങ്കര തിക്കായിട്ട് എടുക്കരുത്, ഭയങ്കര തിന്നായിട്ടും നമ്മൾ പ്രസ് ചെയ്യരുത് കേട്ടോ, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് തിന്നായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂരി അങ്ങനെ വീർത്ത് പൊങ്ങി വരില്ല. അതുപോലെ ഒരേ തിക്നെസ്സും വേണം. ഒരു സൈഡിൽ കുറച്ച് കട്ടി, ഒരു സൈഡിൽ ഭയങ്കര തിന്നായിട്ടുണ്ടെങ്കിൽ പൂരിയാണ്ട് പെർഫെക്റ്റ് ആയിട്ട് വരില്ല. ഇത് കണ്ടോ, അതുകൊണ്ട് ഒരേപോലെ പൊങ്ങി വന്നിട്ടില്ലായിരുന്നു ഫസ്റ്റത്തെ പൂരി. അപ്പോൾ രണ്ടാമത്തെ ഞാൻ കുറച്ച് പൊടി തൂവിയിട്ടാണ് ഇത് പ്രസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ബോളാക്കിയ ശേഷം ഒന്ന് പൊടിയിലൊന്ന് ഇങ്ങനെ ഒന്ന് ഇങ്ങോട്ട് റോൾ ചെയ്ത ശേഷം ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ പ്രസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വീണ്ടും പറയുകയാണ്, ഒരേ തിക്നെസ് ആയിരിക്കണം. ഒരു സൈഡിൽ ഭയങ്കര കട്ടി, ഒരു സൈഡിൽ തിന്ന് അങ്ങനെ ആവരുത് കേട്ടോ. അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതാ പൊങ്ങി വരുന്നിട്ടുണ്ട്. നമ്മൾ രണ്ടാമത്തെ പൂരിയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എല്ലാതും ഇതുപോലെ നന്നായിട്ട് വീർത്ത് പൊങ്ങി വരും. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മാവ് കുഴയ്ക്കുന്ന സമയത്ത് നല്ല റഫായിട്ടുള്ള മാവായിരിക്കണം. കുഴച്ചിട്ട് വേണം സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്, ഒരുപാട് വെള്ളമൊഴിച്ചിട്ട് മാവ് കുഴയ്ക്കരുത്. അതുപോലെ എണ്ണയുടെ ചൂട് ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ എണ്ണ ചൂടുണ്ടായിരിക്കണം ഇടുന്ന സമയത്ത്, എന്നാൽ ഭയങ്കര ഹൈ ഫ്ലെയിം ആവരുത്. പിന്നെ മാവ് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കുന്ന സമയത്ത് കുറച്ച് പൊടി തൂവിയിട്ട് വേണം നമ്മൾ പ്രസ് ചെയ്തെടുക്കാൻ. പ്രസ് ചെയ്യുമ്പോൾ ഒരേ തിക്നെസ് ആയിരിക്കണം. ഒരു സൈഡിൽ കട്ടി കൂടാൻ പാടില്ല, ഒരു സൈഡ് തിന്നാവാൻ പാടില്ല. ഒരേ തിക്നെസ്സിൽ ചെറുതായിട്ടൊന്നും കൊണ്ട് പ്രസ് ചെയ്താൽ മതി. പിന്നെ ഭയങ്കര തിന്നാക്കിയിട്ടും നമ്മൾ പ്രസ് ചെയ്യരുത് കേട്ടോ. പിന്നെ എണ്ണയിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ അഥവാ പൊങ്ങുന്നില്ല എന്നാണെങ്കിൽ ഇതുപോലെ ഒന്ന് നമ്മുടെ ചട്ടകം ഉണ്ടല്ലോ, അതുകൊണ്ട് ഒന്ന് ഇങ്ങനെ മുകൾ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ പൊങ്ങി വന്നോളും. ശരിക്കും ഈ ഒരു പൂരിയുടെ കൂടെ കറിയുടെ ഒന്നും ആവശ്യമില്ല. അതിപ്പം കുറച്ചൊരു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നെങ്കിൽ, മാവിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു കളറിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സ്പൈസിനെസ് നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു. ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കുറേ പേര് മുമ്പത്തെ റെസിപ്പി ഉണ്ടല്ലോ, ആട്ടപ്പൂരി റെസിപ്പിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പൂരി നല്ലോണം പഫി ആയിട്ട് വരുന്നുണ്ട്, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് സോഫ്റ്റായിട്ട് പോകുന്നുണ്ട്, അത് ആ പഫിനെസ് കുറേ നേരം നിൽക്കുന്നില്ല എന്ന്. പഫിനെസ് ചിലത് മാത്രമേ കുറേ നേരം നിൽക്കുകയുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ മാവ് കുഴയ്ക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിച്ച് കുഴച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാവിൽ മോയ്സ്ചർ കണ്ടൻറ്റ് കൂടുതലുണ്ടെങ്കിൽ ആ പഫിനെസ് ഒരുപാട് നേരം നിൽക്കാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മൾ അത്രയും കറക്റ്റായിട്ട് വെള്ളത്തിൻ്റെ അളവൊക്കെ നല്ല കറക്റ്റായിട്ട്
ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു മാവ് ഇങ്ങനെ പൂരി പൊരിക്കുമ്പോൾ നല്ലോണം പഫി ആയിട്ട് വരും. അത് കുറേ നേരം നിൽക്കുന്നുണ്ടാവുള്ളൂ. പിന്നെ ഏത് പൂരിയാണെങ്കിലും കുറച്ച് നേരമൊക്കെ അങ്ങോട്ട് പഫി ആയിട്ട് നിൽക്കും. കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു അരമണിക്കൂറോ കഴിഞ്ഞാൽ എങ്ങനെയായാലും അത് നല്ല സോഫ്റ്റായിട്ട് വരും. അത് കുറേ നേരമൊന്നും അങ്ങനെ ക്രിസ്പായിട്ടും പഫി ആയിട്ടൊന്നും നിൽക്കൊന്നുമില്ല. പക്ഷേ നമുക്ക് മാക്സിമം കുറേ നേരമൊക്കെ വെക്കാൻ പറ്റും. അതായത് മാവ് കുഴയ്ക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് കിട്ടുവാണെങ്കിൽ കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ പൂരി ഫ്രൈ ആക്കിയിട്ടുണ്ട്. ഇനി അതിലോട്ടുള്ള നമ്മുടെ തലക്കറി ഒന്ന് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യട്ടെ, പാത്രത്തിലോട്ട് സെർവ് ചെയ്യട്ടെ. അപ്പോൾ നല്ല നാടൻ രീതിയിൽ ആടിൻ്റെ തലക്കറി വെച്ചതാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. തലക്കറിയൊക്കെ ഇഷ്ടമുള്ളവർ എന്തായാലും ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കട്ടോ. നമ്മുടെ പൂരിയുടെ ആ ഒരു ടെക്സ്ചർ കണ്ടോ, അത് സോഫ്റ്റായിട്ട് വന്നത് കണ്ടോ. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കലും എല്ലാം കഴിഞ്ഞ് എന്താ പറയുക, അതിൻ്റെ ഇടയ്ക്ക് മക്കൾ കഴിക്കുന്നുണ്ട്. എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക പഫിനെസ്സൊക്കെ പോയി. അപ്പോൾ ഡിന്നറിന് ഇത് കൂടാണ്ട് ചോറും വെണ്ടക്ക ഫ്രൈയും പിന്നെ മുരിങ്ങക്കായ കറിയൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിക്കേണ്ടവർക്ക് അത് കഴിക്കാം, ഇത് കഴിക്കേണ്ടവർക്ക് ഇത് കഴിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ആടിൻ്റെ തലക്കറി. അപ്പം ഈ ഒരു പൂരിയും ഈ ആടിൻ്റെ തലക്കറിയും ഒക്കെ ഭയങ്കര അപാര കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതിയറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.